ஒவ்வொரு வருஷமும் பிரதோஷத்துக்கு வருவோம், அமாவாசைக்கு வருவோம், அப்புறம் மகா சிவராத்திரிக்கு 3 வருஷமாக வந்துட்டுருக்கோம். இது ஒரு சிறப்பாக வழிபட்டுருக்கு. 50 രൂപയ്ക്ക് ചെരുപ്പുകൾ 50 രൂപയ്ക്ക് 150. നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീടിക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം. ഒരു അടിപൊളി ശിവരാത്രി മഹോത്സവത്തിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അട്ടപ്പാടി മല്ലീശ്വരം കോവിലിൽ നടക്കുന്ന വൻ ശിവരാത്രി മഹോത്സവത്തിൻ്റെ കാഴ്ചയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറ്റവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പല കൂട്ടുകാരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഇതെന്താ ബിസിനസ്സാണ്? അല്ല ചോദിക്കുക, എല്ലാവരും ഇത്രയും വലിയ ബിസിനസ് നടത്തുമ്പോൾ നിങ്ങൾ ഈ കൊടക്കഴിൻ്റെ ഉള്ളിൽ ഇത്രയും മാത്രം ചുരുങ്ങിയ ഒരു ബിസിനസ് നടത്തുമ്പോൾ അല്ല ഞങ്ങൾ ഈ വണ്ടി കൂടെ വന്നതാണ്. വേറെ നമ്മുടെ ഫ്രണ്ട് ഓടി വന്നിട്ട് ഇത് ചേർത്ത് ചെയ്യുന്നതാണ് ഈ കച്ചവടം. തുണി കച്ചവടം, പിന്നെ ഹെൽമെറ്റ്, അത് കൂടാണ്ട് ഇത് കുട്ടികൾക്കുള്ള ഞങ്ങൾ ഇവിടെ പാലക്കാട്. റോഡിൻ്റെ രണ്ട് സൈഡും ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാൻ കഴിയും. കളിപ്പാട്ടം മുതൽ ഡ്രസ്സ് ഐറ്റംസ്, ചപ്പൽ എന്നു വേണ്ട ചട്ടി പാത്രങ്ങൾ വരെ ഇവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നുണ്ട്. അട്ടപ്പാടിയിലെ ചെമ്മണ്ണൂർ എന്ന സ്ഥലത്താണ് ഈ മല്ലീശ്വരം കോവിൽ സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തായി നമുക്ക് ഒരു മസ്ജിദ് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ചർച്ചും നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടടുത്താണ് ഈ മല്ലീശ്വരം കോവിൽ, ശിവൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. എവിടേക്ക് പോണേ? എവിടേക്ക് പോണേ? പൂരത്തിന് പോണോ? എവിടേക്ക് പോണേ? പൂരത്തിനോ? എവിടെ പൂരത്തിന്? ചെമ്മണ്ണൂര്. എവിടെ പൂരത്തിന് പോണേ? ചെമ്മണ്ണൂര് പൂരത്തിന്. പറഞ്ഞോ 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 പറഞ്ഞോ. അച്ഛമ്മയും അച്ഛനും തോന്നുന്നു അല്ലേ? വെല്ലച്ചൻ പറഞ്ഞു. മോളെവിടേക്ക് പോണ്? പൂരത്തിന്. പൂരത്തിന് എവിടെ? ചെമ്മണ്ണൂര്. 100 രൂപയ്ക്കുമുണ്ടോ? എവിടെ? 100 രൂപയ്ക്കുമുണ്ടോ?
കേട്ടില്ല? കൈത്തറി മുണ്ട് 100 രൂപയ്ക്ക് രണ്ടെണ്ണം. അപ്പോൾ ഒരെണ്ണം 100. ആണോ? ഇത് എവിടുന്നാ കൈത്തറി? പാലക്കാട്. പാലക്കാട്? പാലക്കാട്. ഓക്കെ. പിന്നെ നമ്മളെ ഈ കരിമ്പുഴ കൈത്തറി അറിയോ? കരിമ്പുഴ കൈത്തറി ഞങ്ങളുടെ അടുത്താണ്. ഞങ്ങൾ പ്ലാപ്പറ്റയാണ്. ആണോ? ആ, ഓക്കെ. ഇവിടെ ആടുകളെയും അതുപോലെ തന്നെ മാടുകളെയും വെച്ച് പൂജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തെന്ന് വെച്ചാൽ ഈ ആടുകൾക്കോ മാടുകൾക്കോ വല്ല അസുഖങ്ങൾ സംഭവിച്ചാൽ ഇവിടെ പ്രാർത്ഥന ചെയ്ത് വഴിപാട് ചെയ്താൽ ആ അസുഖം മാറിക്കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം.
ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് മല്ലീശ്വരൻ ഇരിക്കുന്ന മൂലസ്ഥാനത്തേക്കാണ്. അപ്പോൾ സാധാരണ നമ്മൾ റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ അത് അല്ലാതെ നമ്മൾ വരുന്നത് കാണുന്നത് മല്ലീശ്വരൻ കോവിലായ ഈ റോഡ് സൈഡിലുള്ള ഈ അമ്പലമാണ്. പക്ഷേ അതിനൊരു മൂലസ്ഥാനം ഉണ്ടെന്ന് വേറെ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ശരി, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കാമെന്ന് കരുതി. ഇപ്പോൾ ഈ പുഴ കടന്ന് പാലം കടന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നേരെ നമുക്ക് പോയി നോക്കാം അവിടെ. വർഷങ്ങൾക്ക് മുമ്പ് ആദിവാസികൾ ഇവിടെ പ്രതിഷ്ഠിച്ചാണ് ഈ മല്ലീശ്വരനെ. അതാണ് ഈ മൂലസ്ഥാനം. മല്ലനായി ശിവനെയും മല്ലിയായി പാർവതിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ ഒരു അമ്പലം ആദ്യം സ്ഥാപിച്ചു. ഇതിനുശേഷം അവിടെ പറമ്പുണ്ടാക്കി അവിടെ ഒരു അമ്പലം സ്ഥാപിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. അന്ന് ആദിവാസികൾ മാത്രം ഉണ്ടായിരുന്നു. അന്ന് 100 വർഷങ്ങൾക്ക് മുന്നേ മല്ലയ്യ ഗൗഡയുടെ പറമ്പ് மல்லேஸ்வர மலைக்கு 3 வருஷமாக வந்துட்டுருக்கோம். மாதம் அமாவாசைக்கு ஒவ்வொரு மாதத்துலேயும் அமாவாசைக்கு இங்கே வந்து வழிபட்டுருக்க தர்ஷனம். அப்புறம் மல்லேஸ்வர மலை ரொம்ப சிறப்பாக உள்ளது. இந்த மல்லேஸ்வர மலை சிவராத்திரி எப்படி இருக்கு? சிவராத்திரி ரொம்ப சிறப்பாக இருக்குது. அப்படிங்களா? ஆமாம். இங்கே மல்லேஸ்வர மலை എനിക്കും കൂടെ தெரியாத ഒരു இடம் இருக்கு. ஆனால் நம்ம பஸ்ஸிலெல்லாம் போகும்போது மல்லேஸ்வர மலை அந்த தான் பார்த்துருக்கு. உள்ளே இருக்குன்னு தெரியாது. அதை பற்றி ஏதாவது தெரியுமா? பாலத்துக்கு இந்த பக்கம் இருக்குது மூலவர் சன்னதின்னு சொன்னாங்க. மூலஸ்தானம். மூலஸ்தானம். நான் இப்படி தான் கேள்விப்பட்டேன். மூலஸ்தானம். அப்படிங்களா? இங்கேருந்து அங்கே போயிருக்கு. ஆமாங்க. ஓகே. நீங்கள் எத்தனை வருஷம் இங்கே? 3 வருஷம். அப்படிங்களா? ஏதாவது இந்த மாதிரி எக்ஸ்பீரியன்ஸு இந்த மாதிரி ரொம்ப சிறப்பு. கடவுள் ரொம்ப சக்தி வாய்ந்த கடவுள். அப்படிங்களா? இந்த மாதிரி சிவன் பார்வதி சிவனும் பார்வதி சிவன். ஓகே, தேங்க்யூ. வெல்கம். ചെരുപ്പുകൾ 50 രൂപയ്ക്ക്, 150 വെറും 100 രൂപയ്ക്കാണ്. ചേട്ടാ, പിന്നെ എന്താ ഈ ചെരുപ്പിന്റെ നിലവാരമൊക്കെ എങ്ങനെ പൂരമായിട്ട്? പൂരനുസരിച്ച് മാക്സിമം നമ്മൾ 10 രൂപ 20 രൂപ ലാഭത്തിന് നമ്മൾ മാക്സിമം തള്ളിവിടുകയാണ്. ഇത് 100 രൂപയുള്ളൂ, അതൊക്കെ 50 രൂപയുള്ളൂ. മാക്സിമം എന്താ അപ്പുറത്തുള്ളത് 100 രൂപ. മാക്സിമം നമ്മൾ മാക്സിമം കമ്മിയാക്കി കൊടുക്കുകയാണ്. അത് നമ്മൾ എന്താ പറയുക, ശിവരാത്രി പ്രമാണിച്ച് നമ്മൾ മാക്സിമം കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ അത്രയും നമ്മൾ പാലക്കാട് നിന്ന് ഇവിടെ എത്തിയിട്ട് ഈ ഒരു കച്ചവടം നടത്തുന്നത് നമ്മൾ ഇത്രയും ആൾക്കാർ നമ്മൾ വന്നു. ഈ കച്ചവടക്കാരൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നമ്മളെ അത്രയും സഹകരിച്ച് നമ്മൾ മാക്സിമം കമ്മിയാക്കിയിട്ട് നമുക്ക് പാലക്കാട് ഞാൻ കൊടുവായൂരാണ്. ഈ പ്രൊഡക്റ്റ് എടുക്കണ ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുക്കുന്നുണ്ട്, നമ്മൾ ചെന്നൈയിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ കട പൂട്ടിയ കടയില്ലേ, പൂട്ടിയ കട കാലിയാക്കി നമുക്ക് ചുളിവ് വിലയിൽ കിട്ടുമ്പോൾ മാക്സിമം ചുളിവ് വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്.
ഓക്കെ 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 ഓക്കെ. എന്താ പേര്? എൻ്റെ പേര് മനീഷ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ ബൈ ബൈ. ചെടികൾ മേടിക്കാം, വിത്തുകൾ മേടിക്കാം, പച്ചക്കറികളുടെ വിത്തുകൾ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ അട്ടപ്പാടിയിലെ മല്ലീശ്വരം കോവിലെ മഹാശിവരാത്രി മഹോത്സവത്തിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.